ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇത് ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. ബലപ്പെടുത്തുന്ന ഭുജം. സങ്കീർത്തനം 89:21. എൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും. എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ദാവീദ് ഇവിടെ തന്നെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവാണെന്നും അഭിഷിക്തനായ ദാസനാണെന്നും വെളിപ്പെടുത്തുന്നു. ഇത് ദാവീദിനോടുള്ള ദൈവിക ഉടമ്പടിയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് അവൻ്റെ സന്തതി പരമ്പരയ്ക്കും ഉള്ളതാണ്. ഈ അധ്യായം തുടർന്ന് നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഉടമ്പടിയുടെ നിവർത്തി സന്തതികളിലൂടെയല്ല, അതായത് ക്രിസ്തുവിലൂടെ ആണ്. ദൈവത്തിന്റെ സർവശക്തിയും പകർന്നിരിക്കുന്നത് ക്രിസ്തുവിലാണ്. അത് എന്നേക്കും നിലനിൽക്കുന്ന സിംഹാസനം സ്ഥാപിക്കാനാണ്. ഈ വാക്യത്തിൽ നാം കാണുന്നത് പോലെ സർവശക്തനായ ദൈവത്തിന്റെ കരം സ്ഥിരമായി കൂടെ ഉണ്ടായിരുന്നത് തൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ കൂടെ ആയിരുന്നു. ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തീകരിക്കാനായി ശക്തമായ ആ കരം തുടർന്നും കൂടെയിരിക്കും, പൂർത്തീകരിക്കുന്നതുവരെ കൂടെയിരിക്കും. നമ്മുടെ കർത്താവും വീണ്ടെടുപ്പുകാരനും ആയവൻ ശരീരമാകുന്ന സഭയുടെ തലയാണ്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ അവന്റെ ശക്തിയാൽ ബലപ്പെട്ടിരിക്കുമ്പോൾ ആ ശരീരത്തിലെ അവയവങ്ങളാകുന്ന നമ്മളും ക്രിസ്തീയ ജീവിതത്തിൽ ശക്തരായിരിക്കും. 1 കൊരിന്ത്യർ 1:24 പറയുന്നത് പോലെ വിളിക്കപ്പെട്ടവർക്ക്, അതായത് യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ ഏവർക്കും ദൈവവും ശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു തന്നെയാണ്. നമ്മുടെ ജീവിതം ദൈവമഹത്വത്തിനായി ക്രിസ്തുവിൽ ജീവിക്കാം. യുവലോക ജീവിതത്തിൽ സർവശക്തൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ രാജ്യം ഈ ലോകമല്ല. നാം ഇവിടെ യാത്രക്കാരാണ്, പരദേശികളാണ്. നമ്മുടെ യാത്ര തുല്യം വഹിക്കുവാൻ ഇല്ലാത്ത അവൻ്റെ നാമത്തിൽ അവൻ്റെ ഇഷ്ടപ്രകാരം തുടരാം. ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.